Guys, so ഇത് സെക്ഷുവൽ റിപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ പാർട്ട് 3 ആണിത്. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ നെക്സ്റ്റ് ടോപ്പിക് ഇസ് മൈക്രോസ്പോറോജെനസിസ്. എന്താണ് മൈക്രോസ്പോറോജെനസിസ് വെച്ചാൽ, അതായത് മൈക്രോസ്പോർ ഡെവലപ്പ് ആവുന്ന ആ ഒരു പ്രോസസ്സാണ് എന്താ മൈക്രോസ്പോറോജെനസിസ് എന്ന് വെച്ചാൽ. വായിച്ചു നോക്കാം. ആസ് ദി ആന്തർ ഡെവലപ്സ് ദി സെൽസ് ഓഫ് ദി സ്പോറോജീനസ് ടിഷ്യൂ അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻസ് ടു ഫോം മൈക്രോസ്പോർ ടെട്രാഡ്സ്. അതായത് ഈ ആന്തർ ഇങ്ങനെ ഡെവലപ്പായി വരുന്നതിനനുസരിച്ച് സ്പോറോജനസ് ടിഷ്യൂ ആണല്ലോ. അപ്പോൾ അതിൽ ടിഷ്യൂ ആകുമ്പോൾ കുറേ സെൽസ് ഉണ്ടാവും ആ ടിഷ്യൂവിൽ. സോ അതിൽ ഓരോ സെൽസും എന്ത് ചോദിച്ചാൽ മിയോട്ടിക് ഡിവിഷൻ സംഭവിച്ചിട്ട് എന്തായി മാറും, മൈക്രോസ്പോർ ടെട്രാഡ്സ് ആയിട്ട് ഫോം ചെയ്യും. അതായത് സ്പോറോജനസ് ടിഷ്യൂവിൻ്റെ ഒരു സെല്ലിൻ്റെ പ്ലോയിഡ് എന്താണ് 2N ആണ്. അത് മിയോസിസ് സംഭവിച്ചാൽ അതെന്താവും, മൈക്രോസ്പോർ ടെട്രാഡ്സ് ഫോം ചെയ്യും. സോ അതിലുള്ള ഓരോ സെൽസിൻ്റെയും പ്ലോയിഡ് എന്തായിരിക്കും, N ആയിരിക്കും. അതവിടെ ചോദിച്ചിട്ടുള്ളത് വാട്ട് വുഡ് ബി ദ പ്ലോയിഡ് ഓഫ് ദി സെൽ ഓഫ് ദി ടെട്രാഡ്, ഇറ്റ് ഇസ് N. So next നോക്കാം. As each cell of the sporogenous tissue is capable of giving rise to എ മൈക്രോസ്പോർ ടെട്രാഡ്. അതായത് സ്പോറോജനസ് ടിഷ്യൂവിൻ്റെ ഓരോ സെൽസും എന്താണ്, ഒരു മൈക്രോസ്പോർ ടെട്രാഡ്സ് ഫോം ചെയ്യാനുള്ള ക്യാപ്പബിളാണ്. അതായത് ഒരു സെല്ലിൽ നിന്ന് 4 സെല്ലുണ്ടാവും. അതായത് ഒരു സെല്ലിൽ നിന്ന് 4 സെല്ല്, അങ്ങനെ ഒരുപാട് സെല്ലിൽ നിന്ന് എന്തുണ്ടാവും, എല്ലാ സെൽസിൽ നിന്നും 4 സെല്ല് വീതം ഇങ്ങനെ ഉണ്ടാവും. 4 അങ്ങനെ മൈക്രോസ്പോർ ടെട്രാഡ്സ് ഫോം ചെയ്യും. ഈച്ച് വൺ ഈസ് എ പൊട്ടൻഷ്യൽ പോളൻ. അതിൽ ഈ മൈക്രോസ്പോർ ടെട്രാഡ്സിൽ ഓരോന്നും എന്തായിരിക്കും, പൊട്ടൻഷ്യൽ പോളൻ ആയിരിക്കും. അത് ഡെവലപ്പ് ചെയ്തിട്ട് എന്തായി മാറും, പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറും. സോ ഇവിടെ നോക്കാം, സ്പോറോജനസ് ടിഷ്യൂ. ആ സ്പോറോജനസ് ടിഷ്യൂവിൽ ഉള്ള ഓരോ സെൽസിന് പ്ലോയിഡ് 2N ആയിരിക്കും. സോ ഈ സെൽസ് മൈറ്റോസിസ് സംഭവിച്ചിട്ട് എന്തായി മാറും, പോളൻ മദർ സെല്ലായിട്ട് മാറും. സെൽസിന് മൈറ്റോസിസ് സംഭവിച്ച എന്തായി മാറും, പോളൻ മദർ സെല്ലായിട്ട് മാറും. ഈ പോളൻ മദർ സെല്ലാണ് മിയോസിസ് സംഭവിച്ചിട്ട് മിയോസിസ് നടന്നിട്ട് എന്തായി മാറും, മൈക്രോസ്പോർ ടെട്രാഡ്സ് ഫോം ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് അതിൻ്റെ പ്ലോയിഡ് എന്തായിരിക്കും, 2N ആയിരിക്കും. പോളൻ മദർ സെല്ലിൻ്റെ പ്ലോയിഡ് 2N ആണ്. അതേപോലെ സ്പോറോജനസ് സെൽസിൻ്റെയും പ്ലോയിഡ് എന്തായിരിക്കും, 2N ആയിരിക്കും. ഇതെന്തായിരിക്കും, N ആയിരിക്കും. മൈക്രോസ്പോർ ടെട്രാഡ്സിൻ്റെ പ്ലോയിഡ് എന്തായിരിക്കും, N ആയിരിക്കും. ഓക്കെ, അങ്ങനെ അത് ഡെവലപ്പായിട്ട് എന്തായി, അതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്തായി മാറും, പോളൻ ഗ്രെയിൻസ് ആയിട്ട് ഫോം ചെയ്യും. സോ നെക്സ്റ്റ് നോക്കാം. ഈച്ച് വൺ ഈസ് എ പൊട്ടൻഷ്യൽ പോളൻ ഓർ മൈക്രോസ്പോർ മദർ സെൽ. അത് ഈ ഒരു മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടല്ലോ, അതിൽ ഓരോന്നായിരിക്കും ഒരു പൊട്ടൻഷ്യൽ പോളൻ അല്ലെങ്കിൽ എന്തായിരിക്കും, മൈക്രോസ്പോർ മദർ സെല്ലായിരിക്കും. The process of formation of microspores from a pollen mother cell, that is PMC, through meiosis is called microsporogenesis. അതായത് ഈ മൈക്രോസ്പോർ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ പോളൻ മദർ സെല്ലിൽ നിന്ന് മൈക്രോസ്പോർ ഉണ്ടാവുന്ന ഒരു ഫോർമേഷനിലെ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മൈക്രോസ്പോറോജെനസിസ്. ദിസ് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ദി മൈക്രോസ്പോറോജെനസിസ്. സോ മിയോസിസിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. ഈ പോളൻ മദർ സെല്ലിന് മിയോസിസ് സംഭവിച്ച എന്തായി മാറും, മൈക്രോസ്പോർസ് ഫോം ചെയ്യും. സോ ദാറ്റ് ഈസ് കോൾഡ് മൈക്രോസ്പോറോജെനസിസ്. The process of formation of microspores from a pollen mother cell through meiosis is called microsporogenesis. The microspores, as they are formed, are arranged in a cluster of 4 cells. മൈക്രോസ്പോർ ഫോം ചെയ്യുമ്പോൾ എന്തായി മാറും, അവർ ഫോം ചെയ്യുമ്പോൾ തന്നെ അവർ ഒരു 4 സെല്ലിൻ്റെ ഗ്രൂപ്പായിട്ട്, അതായത് 4 സെൽ ഗ്രൂപ്പായിട്ട് ഇവർ ഇങ്ങനെ അറേഞ്ച് ചെയ്യും. ക്ലസ്റ്റർ ഓഫ് 4 സെൽസ് വരെ ഇവർ അറേഞ്ച് ചെയ്യും. ആ ഒരു അറേഞ്ച്മെൻറ്റ് വിളിക്കുന്ന പേരാണ് എന്ത്, ദ മൈക്രോസ്പോർ ടെട്രാഡ് എന്ന്. ഓക്കെ, സോ ഫിഗർ 1.3a ഈ സംഭവമാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആസ് ദി ആന്തേഴ്സ് മെച്യൂർ ആൻഡ് ഡീഹൈഡ്രേറ്റ്, ഈ ആന്തർ എന്താകുമ്പോൾ മെച്യൂർ ചെയ്യുമ്പോൾ അതേപോലെ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്ന സമയത്ത്, ഡീഹൈഡ്രേഷൻ അത് ഉണങ്ങുന്ന സമയത്ത് ഉണങ്ങി എന്തായി മാറും, അത് വലിയ വെള്ളമൊക്കെ പോകും, ദാറ്റ് ഈസ് ഹൈഡ്രേഷനൊക്കെ നഷ്ടപ്പെടും. സോ ഡീഹൈഡ്രേറ്റ് ആവും. ദ മൈക്രോസ്പോർസ് ഡിസോസിയേറ്റ് ഫ്രം ഈച്ച് അതർ ആൻഡ് ഡെവലപ്പ് ഇൻ ടു പോളൻ ഗ്രെയിൻസ്. ഈ ആന്തർ ഉണങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആന്തർ ഡീഹൈഡ്രേറ്റ് ആകുമ്പോഴാണ് എന്തായി മാറുന്നത്, ഈ മൈക്രോസ്പോറുകൾ എന്തായി മാറും, ഡിസോസിയേറ്റ് ഫ്രം ഈച്ച് അതർ. അങ്ങനെ അവർ ടെട്രാഡല്ലേ, അപ്പം മൈക്രോസ്പോർ ടെട്രാഡിൽ നിന്ന് മൈക്രോസ്പോർസ് ഒക്കെ എന്ത് ചെയ്യും, ഡിസോസിയേറ്റ് ചെയ്യും. എന്നിട്ട് എന്തായി മാറും, അവർ പോളൻ ഗ്രെയിൻസ് ആയിട്ട് ഡെവലപ്പ് ആവും. 1.3b
ഈ ഫിഗറിൽ 1 ഇതാണ് ഈ ഇവിടെ കാണുന്നതാണ് പോളൻ ഗ്രെയിൻസ്. ഓക്കെ, സോ inside each microsporangium, several thousands of microspores or pollen grains are formed. ഇതാണ് മൈക്രോസ്പൊറാഞ്ചിയം. സോ ഇതിൽ ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിനുള്ളിലും തൗസൻഡ്സ് ഓഫ് പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മൈക്രോസ്പോർസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ആവുന്നുണ്ട്. ആർ ഫോംഡ് that are released with the dehiscence of anther. അതായത് ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിനുള്ളിൽ തൗസൻഡ്സ് ഓഫ് പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്തിട്ട് ഈ ആന്തറിൻ്റെ ആന്തർ ബ്രേക്ക് ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പോളൻ ഗ്രെയിനെ കുറിച്ചാണ്.